സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കാൻ, സുരേഷ് ഗോപിയെ അപമാനിക്കാൻ ഇനിയും നിങ്ങൾ വളർന്നിട്ടില്ല, ഇനിയും നിങ്ങൾ വളർന്നിട്ടില്ല. ബിജെപിയാണ് പറയുന്നത്, ബിജെപിയാണ് പറയുന്നത്. भारत माता के भारत माता के सुरेश गोपी अवहेलिका, सुरेश गोपी अवहेलिका, सुरेश गोपी अवहेलिका, सुरेश गोपी अवहेलिका. गणेश कुमारे मुराचे, गणेश कुमारे मुराचे, गणेश कुमारे मुराचे, गणेश कुमारे मुराचे. जय जय बीजेपी, जय जय बीजेपी, जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय भारत माता. कल्ला कल्ला गणेश कुमारे, कल्ला कल्ला गणेश कुमारे, हाथ कल्ला गणेश कुमारे, हाथ कल्ला गणेश कुमारे. ഞങ്ങളുടെ പ്രിയനാം ഞങ്ങളുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, ഞങ്ങളുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, ഞങ്ങളുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, വികസന നായകൻ സുരേഷ് ഗോപിയെ, വികസന നായകൻ സുരേഷ് ഗോപിയെ അപമാനിച്ച ഗണേഷ് കുമാറെ, അപമാനിച്ച ഗണേഷ് കുമാറെ. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. സൂക്ഷിച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ. കള്ള കള്ള ഗണേഷ് കുമാറെ, കള്ള കള്ള ഗണേഷ് കുമാറെ, കള്ള ഗണേഷ് കുമാറെ. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു, സുരേഷ് ഗോപിയെ അപമാനിച്ച, സുരേഷ് ഗോപിയെ അപമാനിച്ച കള്ളൻ ഗണേഷ് കുമാറെ, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. കള്ള കള്ള ഗണേഷ് കുമാറെ, കള്ള കള്ള ഗണേഷ് കുമാറെ, രണ്ട് പിടിയൻ ഗണേഷ് കുമാറെ, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. ഞങ്ങളുടെ പ്രിയനാം നേതാവിനെ, ഞങ്ങളുടെ പ്രിയനാം മേധാവിയെ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ച ഗണേഷ് കുമാറെ, അപമാനിച്ച ഗണേഷ് കുമാറെ, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ. നമ്മുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, നമ്മുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, നമ്മുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, നമ്മുടെ പ്രിയനാം സുരേഷ് ഗോപിയെ. പെണ്ണുപിടിയൻ ഗണേഷ് കുമാർ, പെണ്ണുപിടിയൻ ഗണേഷ് കുമാർ, പെണ്ണുപിടിയൻ ഗണേഷ് കുമാർ, പെണ്ണുപിടിയൻ ഗണേഷ്. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ. നമ്മുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, നമ്മുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, നമ്മുടെ പ്രിയനാം സുരേഷ് ഗോപിയെ, നമ്മുടെ പ്രിയനാം സുരേഷ് ഗോപിയെ അപമാനിച്ച ഗണേഷ് കുമാർ, അപമാനിച്ച ഗണേഷ് കുമാർ, അപമാനിച്ച ഗണേഷ് കുമാർ, അപമാനിച്ച ഗണേഷ് കുമാർ. കള്ളുകുടിയാൻ പെണ്ണുപിടിയാൻ, കള്ളുകുടിയാൻ പെണ്ണുപിടിയാൻ, കള്ളുകുടിയാൻ പെണ്ണുപിടിയാൻ, കള്ളുകുടിയാൻ പെണ്ണുപിടിയാൻ. കള്ള കള്ള ഗണേഷ് കുമാർ, കള്ള കള്ള ഗണേഷ് കുമാർ, കള്ള കള്ള ഗണേഷ് കുമാർ, കള്ള കള്ള ഗണേഷ് കുമാർ. വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ, വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ, വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ, വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ. സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കാൻ, സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കാൻ, സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കാൻ, സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കാൻ. ആരണ്ട 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 ഈ
സുരേഷ് ഗോപിയെ അപമാനിച്ച സുരേഷ് ഗോപിയെ അപമാനിച്ച കള്ളുകുടിയ ഗണേഷ് കുമാർ തന്റെ തല്ലും തല്ലേ തല്ലും തന്റെ തല്ലും തെമ്മാടി ഗണേഷ് കുമാർ തെമ്മാടി ഗണേഷ് കുമാർ വേണ്ട ഞങ്ങളുടെ നേരെ തൃശൂക്കാരെ അപമാനിക്കാൻ ആണായിട്ട് വളർന്നിട്ടില്ല ആണായിട്ട് വളർന്നിട്ടില്ല ഓർത്ത് കളിച്ചോ ഗണേഷ് കുമാർ ജയ് ജയ് ബിജെപി ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടന്ന ഈ പ്രതിഷേധ പ്രകടനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ആമുഖം പറഞ്ഞതിന് BJPയുടെ മുസ്ലിം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK ബാബു ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമുക്ക് പ്രേരണ ജസ്റ്റിൻ്റെയും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള BJPയുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി നാഗേഷ്, BJPയുടെ ജില്ലാ ഭാരവാഹികൾ, മണ്ഡല ഭാരവാഹികൾ, നവനപടന്മാർ, നമസ്കാരം. ഇന്ന് നമുക്കറിയാൻ സാധിക്കും, ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒരു കാരണവുമില്ലാതെ പ്രകോപനപരമായി നമ്മുടെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയെ മോശമായ തരത്തിൽ ചിത്രീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ SCA ആദ്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യാനെത്തിയുള്ള സംസ്ഥാന സെക്രട്ടറി നാഗേഷ് എന്നിവരെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സുരേന്ദ്രൻ ഇനക്കുന്നത് എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മണ്ഡലത്തിന്റെ ഈസ്റ്റ് മണ്ഡലത്തിന്റെ അധ്യക്ഷൻ വിപിൻ കുമാർ, അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കി വീരഗുലാം, ഈ വെസ്റ്റ് മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നിവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു നിർത്തുന്നു. BJPയുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിക്കുന്ന BJPയുടെ സംസ്ഥാന സെക്രട്ടറി നാഗേഷ്, പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ രഘു, BJPയുടെ SC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK ബാബു, സത്യൻ ഗോട്ടാവ്, സുരേന്ദ്രനായിനിക്കുന്നത്, ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കന്മാർ, ടോണി ചാക്കോള ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും, ഇവിടെ കൂടിയിട്ടുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവും തൃശ്ശൂരിലെ MP കൂടിയായിട്ടുള്ള ബഹുമാനായ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കെതിരെ പലരും ചില മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. ഈ സ്ഥിതി ഒരിക്കലും ഭൂഷണമല്ല. പ്രത്യേകിച്ച് തൃശ്ശൂര് ഞങ്ങൾ പൂർത്തിക്കും, തൃശ്ശൂര് ഞങ്ങൾ ഇനി സുരേഷ് ഗോപിക്ക് വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും സുരേഷ് ഗോപിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള ഇവരുടെ പ്രസ്താവനകൾക്കെതിരെ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിന്റെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവന ഇത് പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ വൈകിയ വേളയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നമുക്കറിയാൻ സാധിക്കും, തൃശ്ശൂർ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത നാൾ മുതൽ തുടങ്ങിയിട്ടുള്ള അസ്വസ്ഥതയാണ് ഇടതുമുന്നണിയുടേതും വലതുമുന്നണിയുടേതും. ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ പടയോട്ടം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോട്ടകളിൽ കടന്നു കയറി ഭാരതീയ ജനതാ പാർട്ടി 7 നിയോജക മണ്ഡലങ്ങളിൽ 6 നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ചുകൊണ്ട് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് പ്രത്യേകിച്ച് ബഹുമാനായ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയമെന്ന് മനസ്സിലാക്കുവാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇവർ നടത്തുന്ന പ്രസ്താവനകൾ. അതുകൊണ്ട് തന്നെ ഭാരതീയ
ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, ഇടതുപക്ഷവും വലതുപക്ഷവും തൃശൂരിന്റെ മനസ്സ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ഭാരതീയ ജനതാ പാർട്ടിക്കും സുരേഷ് ഗോപിക്കും അനുകൂലമായി വിജയിച്ചെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഈ കോർപ്പറേഷൻ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടി കീഴടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ജനകീയ പോരാട്ടമാണ് ഇനിയുള്ള നാളുകളിൽ നടക്കാൻ പോകുന്നത്. തുടക്കം കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ള അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുള്ള വിജയം ഞങ്ങൾ തുടരാൻ തന്നെയാണ് പരിപാടി. നിങ്ങൾ സുരേഷ് ഗോപിയെ ഇത്തരത്തിൽ ആക്രമിച്ചോളൂ, പക്ഷേ ഞങ്ങൾ സംഘടനാപരമായി അതിനെ നേരിടും. കേരളത്തിലെ ഗണേഷ് കുമാറിനോട് സൂചിപ്പിക്കാനുള്ളത്, മന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത്, ബഹുമാന്യായ ഗണേഷ് കുമാറിനോട് സൂചിപ്പിക്കാനുള്ളത്, തൃശൂരിന്റെ മണ്ണിൽ കാലുകുത്തണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇനിയുള്ള നാളുകളിൽ വിചാരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ വൈകിയ വേളയിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ നാഗേഷ് സിയെ ക്ഷണിക്കുന്നു. പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ പ്രസിഡന്റ് ജസ്റ്റിസ് ജേക്കബ്, ആരാധരായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നമസ്കാരം. ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കി ആദ്യമായി തെരഞ്ഞെടുപ്പിന് നേരിട്ട സമയത്ത് 1 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷത്തിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ച് പരാജയപ്പെട്ട സമയത്ത് 5 വർഷക്കാലം തൃശൂരിലും കേരളത്തിലും എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ട് പത്രദൃശ്യ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളും എഴുതിത്തള്ളിയ സമയത്ത് സിനിമാ നടന്മാർ വരുമ്പോൾ ആളുകൂടുമെന്ന് പ്രഖ്യാപിച്ച ആളുകൾക്കടക്കം മറുപടി നൽകിക്കൊണ്ട് 70,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിന്റെ കുത്തക തകർത്ത് സുരേഷ് ഗോപിയുടെ വിജയിച്ചതും ഭാരതീയ ജനതാ പാർട്ടി വാക്കുപാലിച്ച മന്ത്രിയാക്കിയതും. ഇത് ഗണേഷ് കുമാറിന്റെ പാരമ്പര്യമല്ല. ഗണേഷ് കുമാറിന്റെ പാരമ്പര്യം ഈ പത്രദൃശ്യ മാധ്യമങ്ങളും വനിതാ സഹപ്രവർത്തകരും നിൽക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല. ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടറിയാം. നിരവധി പെണ്ണുങ്ങളടക്കം കൈകാര്യം ചെയ്തിട്ടുണ്ട്. മോന്തേമെ കോറിയത് എന്തിനാണെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കണം. സുരേഷ് ഗോപിയുടെ തൊപ്പി അന്വേഷിച്ച് നടക്കുന്ന ഗണേഷ് കുമാറിനോട് ചോദിക്കാനുള്ളത്, ഏത് സ്ത്രീയാണ് മുഖത്ത് കോറിയത്? ആരാണ് ചെകിടത്തടിച്ചത് എന്നാ മന്ത്രിക്ക് പറയാനുള്ളത്? ഈ ഉളുപ്പില്ലാത്ത മന്ത്രി പറയുന്നു ഈ തൃശ്ശൂര് പൂട്ടിക്കുന്നത്. ആരാ പൂട്ടിക്കാൻ പോകുന്നത്? ആകെയുള്ളത് 25 ആളാ ഗണേഷ് കുമാറിന്റെ പാർട്ടിയിൽ. ആ പാർട്ടിയിൽ ആങ്ങളെ വേറെ പെങ്ങളെ വേറെ 2 പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. ആ പാർട്ടിയിലെ ആളാണ് വെല്ലുവിളിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം 3-ാം പ്രാവശ്യവും ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിയെ തകർക്കുമെന്ന. അതുകൊണ്ട് ഗണേഷ് കുമാറെ, നിന്റെ ഉപ്പാപ്പം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഇപ്പൊ നീ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയെയും പ്രസ്ഥാനത്തെയും അപമാനിക്കാനാണ് പരിപാടിയെങ്കിൽ വളരെ വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗണേഷ് കുമാറിന്റെ വീടിന് പുറത്തേക്ക് ഇറങ്ങാത്ത സ്ഥിതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും. ചില ആളുകളൊക്കെ വീമ്പിളക്കാറുണ്ട്. ചില കയ്യടി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് ഈ ആളില്ലാത്ത മന്ത്രിമാർക്കും പാർട്ടിക്ക് നല്ലത് എന്ന് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ട്. തൃശ്ശൂർ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് സാമ്പിളാണ്. കേരളത്തിൽ 2026 നടക്കുന്ന മഹാവെടിക്കെട്ടിന്റെ സാമ്പിളാണ് സുരേഷ് ഗോപി പൊട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ മറുപടി ഇപ്പൊ നിൽക്കുന്ന കോർപ്പറേഷൻ അടക്കം ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും. അത് ഗണേഷ് കുമാർ പാർട്ടി ശ്രദ്ധിച്ചാൽ നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഈ പ്രതിഷേധ സമരത്തിന് സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന നന്ദി പറയുന്നതിന് വേണ്ടി BJPയുടെ വെസ്റ്റ് മണ്ഡലാധ്യക്ഷൻ ശ്രീ രത്ന സി മേനോൻ. ഈ സമരത്തിന്റെ അധ്യക്ഷൻ, തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ
ജസ്റ്റിൻ ചേട്ടൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആരാധനായ ശ്രീ എ നാഗേഷേട്ടൻ, സ്വാഗതം പറഞ്ഞ ബാബുവേട്ടൻ, ഈസ്റ്റ് മണ്ഡലം അധ്യക്ഷൻ വിപിൻ അനികുന്നത്ത്, എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും നമസ്കാരം. ആമുഖ പ്രഭാഷണം നടത്തിയ അധ്യക്ഷ പ്രഭാഷണം നടത്തിയ ജസ്റ്റിൻ ചേട്ടനും അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നാഗേഷേട്ടൻ ഇന്നത്തെ സമരത്തിന്റെ ഈ പ്രതിഷേധ സമരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു. ഗണേഷ് കുമാർ കേരളത്തിൽ എവിടെ പോയാലും അതിനെ തടയാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും കരുത്തുറ്റരായ പ്രവർത്തകർ ഈ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം ഗണേഷ് കുമാർ ഒന്നാലോചിച്ചാൽ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളും ഇത്തരം പ്രഖ്യാപനങ്ങളും ഇനി ആവർത്തിച്ചാൽ ഗണേഷ് കുമാർ കേരളത്തിലെ റോഡുകളിൽ കിടന്ന് നടക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും ഉദ്ഘാടനം ചെയ്ത എ നാഗേഷേട്ടനും അധ്യക്ഷത വഹിച്ച ജസ്റ്റിനും സ്വാഗതം പറഞ്ഞ ബാബുവേട്ടനും ഈസ്റ്റ് മണ്ഡലം അധ്യക്ഷൻ വിപിനും എല്ലാ പ്രവർത്തകർക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, കള്ളുകുടിയൻ കത്തട്ടെ, കള്ളുകുടിയൻ കത്തട്ടെ, പെണ്ണുപിടിയൻ കത്തട്ടെ, പെണ്ണുപിടിയൻ കത്തട്ടെ, ഗണേഷ്കുമാരെ മൂരാജേ, ഗണേഷ്കുമാരെ മൂരാജേ, ഗണേഷ്കുമാരെ മൂരാജേ, ഗണേഷ്കുമാരെ മൂരാജേ, വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ, വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ, വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ, സുരേഷ് ഗോപിയെ അവഹേളിക്കാൻ, സുരേഷ് ഗോപിയെ അവഹേളിക്കാൻ, സുരേഷ് ഗോപിയെ അവഹേളിക്കാൻ, സുരേഷ് ഗോപിയെ അവഹേളിക്കാൻ, ആരാ ആരാ ഗണേഷ്കുമാർ, ആരാ ആരാ ഗണേഷ്കുമാർ, ആരാ ആരാ ഗണേഷ്കുമാർ, ആരാ ആരാ ഗണേഷ്കുമാർ, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, കല്ലാ കല്ലാ ഗണേഷ്കുമാർ, കല്ലാ കല്ലാ ഗണേഷ്കുമാർ, കല്ലാ കല്ലാ ഗണേഷ്കുമാർ, കല്ലാ കല്ലാ ഗണേഷ്കുമാർ, കള്ളുകുടിയ പെണ്ണുപിടിയ, കള്ളുകുടിയ പെണ്ണുപിടിയ, കള്ളുകുടിയ പെണ്ണുപിടിയ, കള്ളുകുടിയ പെണ്ണുപിടിയ, വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ, വേണ്ട വേണ്ട ഞങ്ങളുടെ നേരെ, തത്തേ തല്ലും തന്നെ, തത്തേ തല്ലും തള്ളേ തല്ലും, തത്തേ തല്ലും തള്ളേ തല്ലും, തത്തേ തല്ലും തള്ളേ തല്ലും, തത്തേ തല്ലും തള്ളേ തല്ലും, പെണ്ണുപിടിയൻ ഗണേഷ്കുമാർ, പെണ്ണുപിടിയൻ ഗണേഷ്കുമാർ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, സൂചനയാണിത് സൂചന മാത്രം, സൂചനയാണിത് സൂചന മാത്രം, സൂചനയാണിത് സൂചന മാത്രം, സൂചനയാണിത് സൂചന മാത്രം, ബിജെപിയാണ് പറയുന്നത്, ബിജെപിയാണ് പറയുന്നത്, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി.